കെടുകാര്യസ്ഥതയിൽ മുടിഞ്ഞ കഥയാണ് KSRTCക്ക് എമ്പാടും പറയാനുള്ളത്. KSRTCയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ദീർഘവീക്ഷണമോ കാര്യശേഷിയോ ഇല്ലാത്ത ഭരണ സംവിധാനമാണ്. അത് കാസർകോട്ടെ ബസ് സ്റ്റാൻഡിലെത്തിയാൽ തന്നെ ആർക്കും മനസ്സിലാവും. ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്, പക്ഷേ കാസർകോട്ടെ അവസ്ഥ പ്രേക്ഷകർ മനസ്സിലാക്കും. നഗരത്തിൻ്റെ കണ്ണായ പ്രദേശത്തെ KSRTC ബസ് സ്റ്റാൻഡ് കോംപ്ലക്സാണിത്. 10 വർഷം കഴിഞ്ഞിട്ടും മുറികൾ അടഞ്ഞു കിടക്കുന്നു. മാളുകളോ വൻകിട ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഇല്ലാത്ത നഗരത്തിൽ എന്തുകൊണ്ടാവും മുറികൾ എടുക്കാൻ ആളുകൾ തയ്യാറാകാത്തത്? ഉത്തരം ഇവിടെയുള്ള കച്ചവടക്കാർ തന്നെ പറയും. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷം 13 ലക്ഷമൊക്കെ ഡിപ്പോസിറ്റ് കൊടുത്തിട്ടാണ് ഈ ഷോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഓരോ 2 ഇയേഴ്സ് 2 വർഷം കൂടുമ്പോഴും 15% കൂട്ടി വരാമെന്ന്. ഇപ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് മാറി. ആദ്യം 2 വർഷത്തേക്ക് 15% 10 വർഷം പൂർത്തിയാക്കിയവർക്ക് ആനുകൂല്യമല്ല കൊടുത്തത്. 5% വീണ്ടും കൂട്ടിയിട്ട് 20%. അപ്പോൾ അതുപോലെ ഈ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കടകളെല്ലാം റീടെൻഡർ എന്ന് വെച്ചാൽ ഞങ്ങളെ മാതിരി 12-13 ലക്ഷം കൊടുത്തിട്ടല്ല, 10 മാസം വാടക കൊടുത്തിട്ടാണ് അവർക്ക് ഷോപ്പ് കൊടുത്തിട്ടുള്ളത്. സ്ഥാപനം മുടിഞ്ഞ് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തലപ്പത്തുള്ളവർ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ വാടക വർദ്ധിപ്പിച്ചെന്നാണ് കുറ്റപ്പെടുത്തൽ. ഇത് എന്തെങ്കിലും പരിഹാരം കാണണം. ഈ 15% എന്നുള്ളത് ഒരു 10%, ഇല്ലെങ്കിൽ ഒരു ഈ 10%, 10 വർഷം കഴിഞ്ഞിട്ട് കൂട്ടുന്നുള്ളത് ഒരു 15 വർഷം കഴിഞ്ഞിട്ടെങ്കിലും കൂട്ടുന്നത് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്യണം. പക്ഷേ ഞങ്ങൾ കൊടുത്ത പരാതിക്ക് പരിഹാരം അവരാദ്യം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. അപ്പോൾ ഞങ്ങളൊരു പരാതി കൊടുത്തു, അതിനൊരു പരിഹാരം, ഒരു പരാതി സ്വീകരിച്ചു എന്ന് വന്നല്ലോ. പിന്നെ രണ്ടാമത് വന്നു, നിങ്ങൾ 15 ദിവസം കഴിഞ്ഞ് വന്നു, നിങ്ങൾ കൊടുത്ത പരാതിക്ക് പരിഹാരമായി. അപ്പോൾ ഞങ്ങൾ ഈ കടക്കാരൊക്കെ തിരി സന്തോഷത്തിലാണ്. ഇപ്പോൾ എന്ന് അറിയുന്നത് അത് 15 എന്നുള്ളത് 20% കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ലോകത്തെവിടെ നടക്കാത്തൊരു സംഭവം നടന്നിട്ടുള്ളത്. കടമുറികൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടാകുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. റിപ്പോർട്ടർ കാസർഗോഡ്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും. എന്താണ് AK അഭിലാഷ് കാസർഗോഡ് നമ്മൾ കണ്ട കാഴ്ച? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് എൻ്റെ പിന്നിൽ നോക്കിയാൽ കാണാം, ഇത് KSRTC കോംപ്ലക്സ് ആണ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഏതാണ്ട് 25ഓളം കടമുറികളാണ് ഇവിടെ ഓരോ ഭാഗത്തുമായിട്ടുള്ളത്. 2 വശത്തായിട്ടാണ് ഈ കടമുറികളുള്ളത്. അത് ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ഇതിൻ്റെ മറുവശത്താണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 20ഓളം കടമുറികളാണ് ഈ നീളത്തിൽ കാണുന്ന കടമുറികൾ കഴിഞ്ഞ 12 വർഷമായി തുറന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇത് ഒരൊറ്റയൊന്നു പോലും വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ ദുഃഖകരവും ദയനീയവുമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. കാരണം KSRTC ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നിസ്സംഗത എന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കെട്ടിടം, അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 12 വർഷം കഴിയുന്നു, കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടേണ്ടുന്ന കെട്ടിടമാണ് ഇപ്പോഴും കാലിയായി കിടക്കുന്നത്. പല കാരണങ്ങൾ പറയുന്നു. കാരണം കടയുടമകളാണെങ്കിൽ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ തരുന്നില്ല, വെള്ളമടക്കം തരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നു. മറ്റൊന്ന്, കൂടുതൽ ആളുകൾ വാടക കൂടുതലായതുകൊണ്ട് വരാൻ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അത്തരത്തിൽ വളരെ ദുസ്സഹമായ ചില കാര്യങ്ങൾ കൂടി കാസർകോട്ടെ എങ്ങനെയാണ് KSRTC ഇങ്ങനെ കുത്തുപാളി എടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കാസർഗോഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ കടകളൊന്നും വാടകയ്ക്ക് കൊടുക്കാൻ കഴിയാത്തത്? വാടക കൊടുക്കാതെ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യമൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ആൾക്കാർക്ക് വരുന്ന ആൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, പിന്നെ ഇങ്ങോട്ട് വരവേൽക്കാൻ ആളില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ വരവേൽക്കേണ്ട ആളില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നാദമില്ല, കളരി പോലെയാണ് ഉള്ളത്. VS അച്യുതാനന്ദനാണ് ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നിട്ട ഷട്ടറുകളാണ്, ഇന്ന് വരെ അത് തുറന്നിട്ടില്ല. ഈ 12 വർഷമായിട്ട് ഇട്ട ഷട്ടർ ഇന്നും പൊന്തിക്കാണ്ടെങ്കിൽ 2 ആൾ വേണം ഒരു ഷട്ടർ പൊന്തിക്കാണ്ടെങ്കിൽ. എന്നാലും പൊന്താത്ത ഷട്ടറാണ്. എനിക്ക് 4 റൂമുണ്ട്. 4 റൂമിൻ്റെ ഷട്ടർ പൊന്തിക്കാണ്ടെങ്കിൽ ഈ 2 ആളില്ലാതെ ആവുന്നില്ല. ചേട്ടൻ എത്ര വാടക കൊടുക്കുന്നുണ്ട്? ഞാൻ 1,00,000-ലധികം 4 റൂമിന് വാടക കൊടുക്കുന്നുണ്ട്. ഒന്ന് 56, ഒന്ന് 25, ഒന്ന് 18, ഒന്ന് 17, അങ്ങനെ 1,00,000-ലധികം ഉറുപ്പ്യ വാടക കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 10-30 വർഷമായി ഇതിൻ്റെ ഉള്ളിൽ ഈ KSRTCൻ്റെ അകത്ത് ക്യാൻറ്റീൻ നടത്തുന്ന 10-20 കൊല്ലം ക്യാൻറ്റീൻ നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻറ്റീനില്ല. ക്യാൻറ്റീൻ ഓരോ MD മാർ വന്നിട്ട് പറയും ഇക്കൊല്ലം തരും, അടുത്ത കൊല്ലം തരും എന്ന് പറയുന്നു.
പക്ഷേ അവരുടെ 25,000 രൂപയാണ് ഒരു കടമുറിയുടെ വാടക. അങ്ങനെയാണെങ്കിൽ ഇത്ര ഒഴിഞ്ഞു കിടക്കുന്ന ഏതാണ്ട് 50-ലേറെ മുറികളാണ് ഇപ്പോൾ ഈ കോംപ്ലക്സിൽ അവർ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇങ്ങനെ ഒരു കെട്ടിടം ഇട്ട് ഷട്ടറും പൂട്ടി ഇട്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് 12 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലെ ഷട്ടറുകൾ അന്ന് മുതൽ ഇന്ന് വരെ പൊന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് KSRTC നഷ്ടത്തിലോടുന്നത്? അതും കണ്ണായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന KSRTC ഡിപ്പോകളുടെ കാര്യമാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുന്നത്. AK അഭിലാഷ്, അടിസ്ഥാന ഇപ്പോൾ ഹോട്ടൽ തുടങ്ങണമെങ്കിൽ വെള്ളം കൊടുക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, അവിടേക്കുള്ള വഴികൾ നന്നാവണം, വെളിച്ചം കൃത്യമായിട്ട് കൊടുക്കണം. അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളാനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡുള്ള ഈ ബസ് ഡിപ്പോ അല്ലേ? അവരുടെ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ ഇവിടെയുള്ള ഒരു ശുചിമുറിയുടെ കാര്യം കൂടി നമുക്ക് നേരിട്ടൊന്ന് കാണാം എന്ന് തോന്നുന്നു. കാരണം ഇതൊരു ശുചിമുറിയാണ്, 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ്. ഈ ശുചിമുറിയുടെ അകത്തേക്ക് കടക്കുകയാണെങ്കിൽ ദുർഗന്ധം കൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പല ശുചിമുറികൾക്കും കൊളുത്തുപോലുമില്ല, കൊളുത്തടക്കമില്ലാത്ത നിലയിലാണ് ഈ ശുചിമുറികൾ ഉള്ളത്. മറ്റൊരു ശുചിമുറിയിലേക്ക് വരികയാണെങ്കിൽ ഈ വാതിലുകളൊക്കെ തകർത്തിട്ടിരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ തകർത്തത് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന കുളിമുറിയിൽ വന്ന് ആരെങ്കിലും ഇത്തരത്തിൽ വാതിലുകൾ തള്ളിപ്പൊളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലാണ് കുറ്റം പറയാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ശുചിമുറികൾ യാതൊരു ഇല്ലാതെ പരിപാലനവും ഇല്ലാതെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് വലിയ തരത്തിൽ വലിയ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും ഒക്കെ വരേണ്ടെന്ന ശുചിത്വം പാലിക്കേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഒന്നും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഓരോ പ്രവർത്തികളും നടക്കുന്നത്. KSRTC വെള്ളാനയായി മാറുന്നത് എങ്ങനെയാണ്, KSRTC എങ്ങനെയാണ് ഇങ്ങനെ കുത്തുപാടെടുക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ കുത്തുപാടെടുക്കുന്നതിന് എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം പറയാൻ. അരുൺ, കാസർഗോഡിൻ്റെ കഥ പ്രേക്ഷകർ പറഞ്ഞത്. AK അഭിലാഷ്, ഈ കാസർഗോഡും നമ്മുടെ ഉദ്യോഗസ്ഥരോടൊന്ന് സംസാരിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് ഇങ്ങനെ മോശമായി കിടക്കുന്നത്, ഈ ശുചിമുറികൾ ഇതേപോലെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറുന്നത്? ആരും നോക്കാനും കാണാനും പറയാനുമില്ലാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളുടെ അവസ്ഥ, ഇരിപ്പിടങ്ങളുടെ അവസ്ഥ, അവിടെയുള്ള മാളുകളിലുള്ള കെട്ടിടങ്ങളുടെ അവസ്ഥ. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിനും KSRTCക്കും എങ്ങനെയാണ് വരുന്നത് എന്നതിൻ്റെ നേർചിത്രം കൂടിയാണ്. ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ജീവനക്കാർക്ക് ശമ്പളം 2 ഗഡുക്കളായി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ കനിയണമെന്ന് പറയുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്തെ നഗരങ്ങളിലെ കണ്ണായ സ്ഥലങ്ങളിലുള്ള KSRTC ബസ് ഡിപ്പോകളിൽ വാടകയ്ക്ക് കൊടുക്കാവുന്ന കെട്ടിടങ്ങൾ ഇങ്ങനെ 12 വർഷമായി ഷട്ടറിട്ടിട്ടിരിക്കുകയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല, ശുചിമുറികൾ പോലും കൃത്യമായി പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പേരല്ലേ സാർ മിസ് ഗവേണൻസ്, ഭരണത്തിലെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നതിൻ്റെ നേർചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിവിധ KSRTC ഡിപ്പോകളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ട ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പലയിടത്തും ശുചിമുറികളില്ല, ഉള്ള ശുചിമുറികൾ നന്നായി സൂക്ഷിക്കുന്നില്ല, സെപ്റ്റിക് ടാങ്കുകൾ ക്ലീനായി സൂക്ഷിക്കുന്നില്ല, സെപ്റ്റിക് ടാങ്കുകൾ തുറന്നു വെച്ച് രോഗം പടർത്തുന്ന കേന്ദ്രങ്ങളായി മാറുന്നു. വേണ്ടത്ര സുരക്ഷിതത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. ഒപ്പം യാത്രക്കാർക്ക് വേണ്ടത്ര വെളിച്ചമോ ഇരിപ്പിടമോ ഒരുക്കാനുള്ള സംവിധാനങ്ങളില്ല. രാത്രിയിലുള്ള യാത്രക്കാർക്കടക്കം ദുരിതമാണ്. ഒപ്പം KSRTC ജീവനക്കാരുടെ ഗാരേജുകളിലും അവർ തന്നെ വിശ്രമിക്കാൻ പോകുന്ന ഇടങ്ങളിലും പാമ്പിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും അണലിയുടെയും സാന്നിധ്യമടക്കം നമ്മൾ കണ്ടെത്തുകയും ജീവനക്കാർ മൊഴി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം കേരളത്തിലെ എല്ലാ KSRTC ഡിപ്പോകളിലൂടെയും ഒരു മിന്നൽ യാത്ര